എന്നാണ് ചേട്ടൻ ആദ്യമായിട്ട് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത്? എനിക്കൊരു 19-20 വയസ്സുള്ള സമയത്താണ് ഞാൻ എൻ്റെ +2 കഴിഞ്ഞിട്ട് ഡ്രൈവിങ് പഠിക്കാൻ പോയി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് നിതിൻ ഷേ, ഞങ്ങൾ രണ്ടുകൂടെ ഡ്രൈവിങ് പഠിക്കാൻ പോയി. അങ്ങനെ ലേണേഴ്സ് എടുത്തിട്ട് പിന്നെ എൻ്റെ കസിനൊരു വാഗനർ ഉണ്ടായിരുന്നു, ഓൾഡ് വാഗനർ. അപ്പോൾ അതിൽ ഞങ്ങൾ രണ്ടുകൂടെ കൈ വലിച്ച് പഠിച്ചു. അങ്ങനെ ലൈസൻസ് കിട്ടി. അങ്ങനെയാണ് എനിക്കൊരു 20 വയസ്സുള്ള ആ സമയത്താണ് ഡ്രൈവിംഗ് പഠിക്കുന്നത്. അപ്പോൾ ചേട്ടാ ആദ്യമായിട്ട് വണ്ടി എടുത്തത് ഏതായിരുന്നു? ഞാൻ സ്വന്തമായിട്ട് എടുത്താണോ അതോ വീട്ടിലെ വണ്ടി ഉപയോഗിച്ചാൽ മതി? വീട്ടില് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആദ്യമായിട്ട് എടുത്തത്? വീട്ടിലെ പറയാം. വീട്ടില് അതുപോലെ ഞാൻ ലൈസൻസ് എടുത്തൊരു 2 വർഷം കഴിഞ്ഞിട്ട്, വീട്ടിൽ വേറെ വണ്ടിയൊന്നുമില്ല, വീട്ടിൽ വേറെ ആർക്കും വണ്ടി ഓടിക്കാനും അറിയത്തില്ല. അപ്പം ഞാനൊരു എൻജിനീയറിങ് 3rd ഇയർ ആയ സമയത്ത് വീട്ടിൽ ഒരു കാറ് അത്യാവശ്യമായി വന്നു കോളേജിൽ പോകാനും. അപ്പോൾ അങ്ങനെ വീട്ടിലൊരു എല്ലാവരോടും ഒരുമിച്ചൊരു കാർ എടുക്കാൻ തീരുമാനിച്ചു. അത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് പെട്രോൾ വേരിയൻ്റ് ആയിരുന്നു. എൻ്റെ ഒരു പെക്യുലാരിറ്റി എന്താണെന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ കളറായിരുന്നു, അതൊരു വയലറ്റ് ആയിരുന്നു. ആ സമയത്ത് റെയറായിരുന്നു. കളർ സൺലൈറ്റിലൊരു ബ്ലാക്ക് ആയിട്ടും അല്ലാത്തൊരു ഒരു സൈഡിലൊരു വയലറ്റ് വ്യൂ ഒക്കെ കിട്ടുന്നൊരു നല്ല വണ്ടിയായിരുന്നു അത്. ബേസിക്കലി ഞാൻ അതിലാ കൈ തെളിഞ്ഞ് പഠിച്ചത്. ചേട്ടാ ഇപ്പം എപ്പോഴാണ് കാനഡയ്ക്ക് വരാൻ പ്ലാൻ ഇട്ടത്? കാനഡയ്ക്ക് വരാൻ 2021 സമയത്താണ് ഞാൻ പ്ലാൻ ഇട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ വണ്ടി എന്താ ചെയ്തത്? വണ്ടി ഇപ്പം മിസ് ചെയ്യണുണ്ടോ? അല്ലെങ്കിൽ വണ്ടി നല്ലപോലെ എനിക്ക് ആദ്യത്തെ കാലം ഒരു 3-4 വർഷം നല്ലപോലെ മിസ് ചെയ്തു. കാരണം എന്നോട് പബ്ലിക് ട്രാൻസ്പോർട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഡ്രൈവ് ചെയ്യുന്നില്ല. ഡ്രൈവിങ് എനിക്കതൊരു സ്കില്ലും എൻ്റെ ഒരു പാഷനോടെ ആയിരുന്നു. നമുക്കൊരു സ്ട്രെസ് റിലീഫ് പോലൊക്കെ തന്നെ വണ്ടി ഓടിക്കുമായിരുന്നു. അത് ഏതാ വണ്ടി ഇപ്പം കയ്യിൽ ഉള്ളത്? ഇപ്പോൾ ഉള്ളത് ഹോണ്ട സിവിക് 2005 മോഡൽ SC വേരിയൻറ്റ്, സിൽവർ കളർ. ചേട്ടാ ഇപ്പോൾ പുതിയതായിട്ട് വണ്ടി എടുക്കാൻ ആരെങ്കിലും കൂട്ടുകാർ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് കൊടുക്കണ എന്തായിരിക്കും, അവർക്ക് എന്തൊക്കെ നോക്കിയായിരിക്കും വണ്ടി എടുക്കണ്ടേ? വണ്ടി എടുക്കുമ്പോൾ ബേസിക്കലി നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഫിനാൻഷ്യലി നമുക്കതൊരു അഫോർഡബിൾ ആണോ. അത് നമ്മളൊരു പാർട്ട് ടൈമിൽ നിൽക്കുന്ന സമയത്ത് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഫിനാൻഷ്യലി നമുക്കത് എടുക്കാനുള്ള ഒരു... അല്ല, അപ്പോൾ യൂസ്ഡ് കാർ എടുക്കുമ്പോൾ അതിൻ്റെ എന്തൊക്കെ കണ്ടീഷൻസാണ് നോക്കണ്ടേ? യൂസ്ഡ് ആയി പ്രിഫർ ചെയ്യുന്നത് നമുക്ക് ഒരു ടെക്നീഷ്യനെ കൊണ്ട് അനലൈസ് ചെയ്യിക്കാൻ പറ്റും. പുറകിലുള്ള എല്ലാ മെക്കാനിക്സും അവരൊരു 1 സിറ്റിങ്ങിന് എനിക്ക് വന്ന് ചെക്ക് ചെയ്യുന്നതിനൊരു $100 സംതിങ് ആയിരിക്കും. അപ്പോൾ അവരെ കൊണ്ട് നോക്കി വണ്ടിയുടെ കണ്ടീഷൻ മനസ്സിലാക്കി എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ചേട്ടാ ഇപ്പോൾ വണ്ടി എടുത്തതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. കാരണം എനിക്ക് വണ്ടിക്ക് ചിലവ് വരുന്ന, ഞാൻ ഡെയിലി വർക്ക് ഫ്രം ഹോം ആയിട്ട് എനിക്ക് ആഴ്ചയിൽ 3 ദിവസം ഓഫീസിൽ പോയാൽ മതി. അപ്പം അങ്ങനെ എനിക്ക് ട്രാവൽ ഡിസ്റ്റൻസും കുറവാണ്. പിന്നെ വിൻ്റർ സമയത്ത് മഞ്ഞ് കൊള്ളണ്ട, സുഖമായിട്ട് ഓഫീസിൽ പോയിട്ട് വരാം, എവിടെ വേണമെങ്കിലും പോകാം. അപ്പൊ ഈ വണ്ടിയായിട്ട് കുറെ മൊമെന്റ്സും കുറെ മെമ്മറീസും ഉണ്ടായി കാണുമല്ലോ. ട്രിപ്പൊക്കെ പോയിട്ടുണ്ടാവോ? ഞാൻ അങ്ങനെ ലോങ് ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. പക്ഷെ കാൽഗറി ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത് വണ്ടി എടുത്തതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സുമായിട്ടും പലരുമായിട്ടും ഒക്കെ നമ്മൾ തൊട്ടടുത്തുള്ള ഏരിയകളിലും ഒക്കെ വണ്ടി ഉള്ളതുകൊണ്ട് തന്നെയാണ് പോയത്. അപ്പം ഒരുപാട് മൊമെന്റ്സ് ഈ വണ്ടിയിലുണ്ട്. ചേട്ടാ ഇപ്പം ഈ വണ്ടി മാറ്റി വേറെ വണ്ടി എടുക്കാൻ ഉദ്ദേശമുണ്ടോ, അല്ലെങ്കിൽ ഈ വണ്ടി കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? വണ്ടി കൊടുക്കാൻ ഉദ്ദേശമില്ല. കാരണം ഇതിപ്പോൾ എനിക്ക് ഇത്രയും ഓർമ്മകളുണ്ട്, ഇതുണ്ട്. അപ്പം പിന്നെ ഇതെനിക്കൊരു ഗുഡ് ഡീലുമായിരുന്നു. അപ്പം ഇനിയൊരു വണ്ടി അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാനിത് കൊടുക്കാൻ സാധ്യതയില്ല, വേറെ ഒരെണ്ണോട് എടുക്കും. ഇതിനെ ഇങ്ങനെ കീപ്പ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. ഒന്നാമത് ഇതെൻ്റെ കാനഡയിൽ ആദ്യത്തെ വണ്ടി കൂടല്ല, അങ്ങനെ ഒരു സന്തോഷം. ഫസ്റ്റ് വണ്ടി അപ്പം എപ്പോഴും ഫേവറേറ്റ് ആണ്? ഫസ്റ്റ് വണ്ടി എപ്പോഴും ഫേവറേറ്റ് ആണ്.